ഏകാന്തത എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയില്ല, അതായത് ഒറ്റപ്പെടിയിലല്ല, മറിച്ച് നമുക്ക് ഏകാന്തമായി ഇരിക്കുവാനും ആ ഏകാന്തതയെ ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു മാനസിക നില ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏകാന്തമായിട്ട് ഇരുന്നിട്ടാണ് ധ്യാനിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ ഏകാന്തമായി ഇരിക്കുമ്പോഴാണ് നമ്മൾ ധ്യാനം സംഭവിക്കാറ്. അപ്പോൾ ആ ഏകാന്തത നമുക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ ഏകാന്തത നമ്മുടെ ഉള്ളിൽ സംഭവിക്കുകയും അങ്ങനെ ആ ഏകാന്തതയെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുവാനായിട്ടും ആ ഏകാന്തമായി ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ടും അതിലൂടെ ഒരു ഉന്നതമായ ജീവിതത്തെ നമുക്ക് കരഗതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ധ്യാനാത്മകത നമ്മളിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഗുണവിശേഷങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുമ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെ പറ്റി കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള നമ്മളുടെ ആ വ്യക്തിത്വതയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്യന്തികമായിട്ട് എന്താണോ ആ ആയിരിക്കുന്ന അവസ്ഥയെ ഉയർന്ന തലത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു ശേഷിയാണ് നമ്മൾ ഇവിടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആത്യന്തികമായിട്ട് എന്താണോ ആ ആയിരിക്കുന്ന അവസ്ഥയെ കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ധ്യാനത്തിന്റെ മറ്റൊരു ഗുണവിശേഷമായിട്ട് ഇവിടെ പറയുന്നത്.